സോറി, ഞാൻ മായ മോഹിനി തന്നെയായിരുന്നു മറന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ സീസണിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമുണ്ട്. അങ്ങനെ നമ്മളത് മറക്കാൻ സാധ്യതയില്ല. അനുമോൾ ഉയർത്തിവിട്ട ഒരു വിവാദ കൊടുങ്കാറ്റായിരുന്നു. എന്തായിരുന്നു വിഷയം? ആര്യനും ജിസൈലും തമ്മിൽ പുതപ്പിനുള്ളിൽ വെച്ച് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വാർത്ത കാട്ടുതീ പോലെ പ്രചരിക്കുവാൻ തുടങ്ങി. റീലുകളായി ചെറിയ വീഡിയോകളും വലിയ വീഡിയോകളും ഒക്കെയായിട്ട് നാട് മുഴുവൻ ഇത് പ്രചരിക്കുവാൻ തുടങ്ങി. തുടർന്ന് നടന്ന സൈബർ ആക്രമണം, അതിരൂക്ഷവും ശക്തവുമായ സൈബർ ആക്രമണം. ആ സൈബർ ആക്രമണത്തിന്റെ ഒടുവിൽ ബഹുഭൂരിപക്ഷം മലയാളികളും ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. വയസ്സ് 30 കഴിഞ്ഞു, ഇതുവരെയും കല്യാണം കഴിച്ചിട്ടില്ല. ആ കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ്. ഈ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും അങ്ങോട്ട് അത്ര സുഖിക്കുകയല്ല. അത് പച്ച മലയാളത്തിൽ തുറന്നങ്ങ് പറയണം. 30 വയസ്സായിട്ടും കെട്ടിക്കാതെ നിൽക്കുന്ന പെണ്ണിന്റെ കാമപ്രാന്തായിരുന്നു. അതിനോടുള്ള ബന്ധത്തിൽ അടിച്ചുവിട്ട സാധനങ്ങളാണിതെല്ലാം. അവളെ ഒരിക്കലും അതിനകത്ത് നിർത്തരുത്. ഇറക്കി വിട്ട് ബിഗ് ബോസ് വീടിനകത്ത് ചാണകവും വെള്ളവും കൊടയണം. അത്രയ്ക്ക് അശ്ലീകരമാണവൾ. എന്തൊക്കെയായിരുന്നു. തുടർന്ന് അതിശക്തമായ ആക്രമണം നടന്നു. അതിനുശേഷം വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി വെച്ചിരിക്കുകയാണ് ബാക്കി വെടിക്കെട്ട്. അന്ന് ലാലേട്ടൻ വന്ന് നാട്ടുകാർ കൊടുത്തതിന്റെ ബാക്കിയുള്ളത് പൂരിപ്പിച്ചിട്ട് പോയി. എന്തൊക്കെയാണ് ലാലേട്ടൻ പറഞ്ഞത്? ഞാൻ US ഇരുന്നു കൊണ്ട് നോക്കി, ഞാൻ ഈ പറഞ്ഞതൊന്നും കണ്ടില്ല. മാത്രവുമല്ല 300ഓളം പണിക്കാര് 5 മണിക്കൂറിലധികം ഇത് മുഴുവൻ അയച്ചു പെറുക്കി നോക്കി. ഒന്നും തന്നെ ഞങ്ങളും കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾ എന്ത് കണ്ടെന്നാണ് പറയുന്നത്? ലാലേട്ടാ, ഞാൻ കണ്ടു. നിങ്ങൾ എന്ത് കണ്ടു? അത് തുറന്നു പറയൂ. ഞാൻ കണ്ട കാര്യമാണ്. എനിക്കത് പരസ്യമായിട്ട് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അനുമോളുടെ തൊലി ഉരിച്ച ഒരു എപ്പിസോഡായിരുന്നു അത്. അതിനുശേഷം ഇപ്പോഴും അനുമോളുടെ ഹേറ്റേഴ്സ് അനുമോൾക്കെതിരായിട്ട് എന്തെഴുതിയാലും ആ ഒരു സംഗതി പരാമർശിക്കാതെ പോവില്ല. അവൾ കുലസ്ത്രീയാണ്, കാമഭ്രാന്ത് മൂത്തവളാണ്, അവൾക്ക് ഫ്രസ്ട്രേഷനാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴും എന്ത് അനുമോൾക്കെതിരെ എഴുതിയാലും ഒരു മേമ്പൊടിയായി ഈ സാധനം കൂടി ഇടാതിരിക്കില്ല. പക്ഷെ 5 മണിക്കൂറോളം 300-ലധികം പണിക്കാർ കുത്തിയിരുന്ന് നോക്കിയിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിപ്പോൾ ഏഷ്യാനെറ്റിന് കണ്ടുകിട്ടി. എങ്ങാണ്ട് മൂലയിൽ കിടക്കുകയായിരുന്നു. അതിപ്പോൾ പൊടി തല്ലി തൂത്തെടുത്തു. ഇനിയിപ്പോൾ ചർച്ച ചെയ്യുന്നതിന് അതൊരു പ്രസക്തിയില്ലാത്ത വിഷയമായി കഴിഞ്ഞ കാര്യമല്ലേ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ഇപ്പോൾ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട്. ശരിക്കും ഈ സാധനം എന്തുകൊണ്ടാണ് നേരത്തെ പുറത്തു വിടാതിരുന്നത്? അന്ന് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പതിയെ അങ്ങനെയൊക്കെ ചിലത് ഉണ്ട് എന്ന് സമ്മതിക്കുന്ന പല ടോക്കുകളും പലയിടങ്ങളിൽ നിന്നും വരാൻ തുടങ്ങി. വീട്ടിൽ നിന്നും എവിക്റ്റ് ആയി പോകുന്ന ആൾക്കാർ ആദ്യം കൊടുക്കുന്ന ഇന്റർവ്യൂ, അങ്ങനെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നപ്പോൾ ആരുടേതാണെന്ന് ഓർക്കുന്നില്ല, അതിൽ അഞ്ജന ഈ കാര്യത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്തുന്നുണ്ട്. അതെ, ആര്യനും ജിസൈലും തമ്മിൽ എന്തൊക്കെയോ ഉണ്ടാവാം, നമ്മൾ അതൊരു പക്ഷെ കണ്ടു കാണില്ല എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അതൊരു ചെറിയ ഏറ്റുപറച്ചിലായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയാതിരിക്കുവാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് നടക്കുകയാണ്, ഡാൻസ് മാരത്തൺ. ഡാൻസ് മാരത്തണിൽ ആര്യൻ മായാമോഹിനിയായിട്ടാണ് വേഷം കെട്ടിയത്. മായാമോഹിനിയായിട്ട് വേഷം കെട്ടിയ ആര്യൻ ഒരു ചെറിയ കുസൃതി കാണിക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. സോറി, ഞാൻ മായ മോഹിനി തന്നെയായിരുന്നു മറന്നു. അങ്ങനെ പോലത്തെ എന്റെ ജിസേൽ മാമി ഇവിടുന്ന് പോയപ്പോ ഞാൻ തൊടത്തില്ല, അങ്ങനെ ചന്തിയിൽ അങ്ങനെ അവളുടെ ഒന്നും തൊടത്തില്ല. പക്ഷെ അങ്ങനല്ല ഉദ്ദേശിച്ചത്. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. അതെ, അതങ്ങനെ സംഭവിച്ചു പോയി. തമാശ പറഞ്ഞതാണെങ്കിലും സംസാരിച്ചു വന്നപ്പോൾ സത്യാവസ്ഥ വായിലൊന്ന് വീണുപോയി. അതായത് നൂറയുടെ ചന്തിക്കാണ് അടിച്ചത്. എന്നിട്ട് നീ എന്റെ ചന്തിക്ക് അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ജിസൈൽ മാമി പോയതിനു ശേഷം ഞാൻ ആരുടെയും ചന്തിക്ക് അടിച്ചിട്ടില്ല എന്ന് ആര്യൻ വിളിച്ചു പറയുന്നു. സത്യം പറയാമല്ലോ, ഇമാതിരി വീഡിയോകളൊക്കെ ചെയ്യുന്നതിൽ വളരെയധികം ലജ്ജ തോന്നുന്നുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംപ്രേഷണം ചെയ്യാമെങ്കിൽ പിന്നെ നമ്മൾ അഭിപ്രായം പറയുന്നതിൽ എന്താ ബുദ്ധിമുട്ട്? ആര്യൻ ഉള്ള കാര്യം അങ്ങ് പറയുകയാണ്. ജിസൈൽ മാമി പോയതിൽ പിന്നെ ആരുടെയും ചന്തിക്കടിച്ചിട്ടില്ല. സംഗതി അറിയാതെ വായിൽ നിന്നങ്ങ് വീണുപോയി. പെട്ടെന്ന് അവിടെ കിടന്ന് ഉരുളുകയും കൂടെ ചെയ്യുന്നുണ്ട് ആര്യൻ. എന്നാൽ കഴിഞ്ഞ ദിവസം ആര്യനെയും ജിസൈലിനെയും പരാമർശിക്കുന്ന ഒരു വിഷയം അവിടെ വന്നപ്പോൾ ഇതിനിടയിൽ ഒരു വാക്ക് വളരെ ഫണ്ണായിട്ട് ആര്യൻ വിളിച്ചു പറഞ്ഞു, ജിസൈൽ ഇവിടെ ഉള്ള സമയത്ത് ഞങ്ങളുടെ ഹണിമൂൺ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന്. അപ്പോ സംഗതി ഏറെക്കുറെയൊക്കെ സത്യമാണ്. ഏറ്റുപറച്ചിലുകളൊക്കെ നടക്കുകയാണ്. ജിസൈൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ജിസൈൽ തന്നെ പറഞ്ഞിരുന്നു, ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അങ്ങനെ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നിരിക്കുമെന്ന്.
അതെ, ആര്യനും അത് സമ്മതിച്ചു. ഇപ്പോൾ ദേ വീണ്ടും വീണ്ടും ഓരോന്നോരോന്ന് ചുരുളഴിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ അന്നത് പറഞ്ഞപ്പോൾ ആർക്കും അത്ര വിശ്വാസം പോരായിരുന്നു മാത്രമല്ല അതിശക്തമായ ആക്രമണവും നടത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ബിന്നി അത് വിളിച്ചു പറഞ്ഞു, രണ ഫാത്തിമ അത് വിളിച്ചു പറഞ്ഞു, അക്ബർ അത് വിളിച്ചു പറഞ്ഞു. അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന്. എങ്കിലും ഇവരുടെയൊക്കെ ഏറ്റവും അടുത്ത ചങ്കുകളായതുകൊണ്ട് വലിയ വിവാദമുണ്ടാക്കുവാൻ മറ്റാരും തയ്യാറായില്ല. എല്ലാ ആൾക്കാർക്കും മനസ്സിലായി സംഗതി കുൽസിതം തന്നെ ആയിരുന്നുവെന്ന്. പക്ഷേ അനുമോള് പറഞ്ഞപ്പോഴുണ്ടായ ആ പ്രശ്നം ഇവരാരും പറയുമ്പോൾ സമൂഹത്തിൽ ആർക്കും തന്നെ ഉണ്ടാകുന്നില്ല. ഈ ഒരു വിഷയത്തിന്റെ ക്ലാരിറ്റി വരുത്തുവാൻ വേണ്ടി ബിന്നിയോട് സാബുമാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോ ആര്യനും ജിസയിലും ഫ്രണ്ട്ഷിപ്പ് അല്ലേ? ആ കൊള്ളാം, ഫ്രണ്ട്ഷിപ്പോ? അവരെന്നേ കുടുംബമായി കഴിഞ്ഞു. അയ്യോ, ബിന്നി ഇങ്ങനൊരു സംഗതി അടിച്ചു വിട്ടിട്ട് ഇവിടെ ആർക്കും കുലസ്ത്രീയാണെന്ന് പറയാൻ തോന്നിയില്ലല്ലോ, ആർക്കും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ. അക്ബർ അതിനെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല അവര് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന്, അതിനപ്പുറത്ത് എന്തോ ഉണ്ട്. അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടും ആർക്കും പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ അനുമോള് മാത്രം കുലസ്ത്രീ, കല്യാണം കഴിക്കാത്തതിന്റെ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്, എന്തൊക്കെയായിരുന്നു അവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേ നോക്ക്, ഏഷ്യാനെറ്റ് പുറത്തുവിട്ടതിൽ ഏറെ ക്ലാരിറ്റിയുള്ള ഒരു വീഡിയോ നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. അത് ഒന്ന് കണ്ടു നോക്കാം. ഈ ദൃശ്യത്തിൽ ആദ്യം ജിസയിൽ പുതപ്പിട്ട് മൂടി കിടക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അതിനു മുൻപ് തന്നെ ആര്യൻ ഒരു കൊച്ചു വെള്ളക്കുപ്പായമൊക്കെ ഇട്ടിട്ട് അവിടെ കിടപ്പുണ്ട്. അയാളുടെ മുഖം ശ്രദ്ധിച്ചു നോക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജിസൈലിനെ നോക്കിക്കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. ജിസൈല് ചുറ്റുപാടുകളൊക്കെ വീക്ഷിച്ച് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഈ കിടക്കുന്നതിനിടയ്ക്കും താൻ പൊങ്ങി നോക്കുന്നുണ്ട്, ആരെങ്കിലും ഇത് കാണുന്നുണ്ടോന്ന്. അപ്പുറത്ത് കിടക്കുന്ന കൊച്ചൻ ആ പുതപ്പ് വലിച്ച് മുകളിലേക്കിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ട് ഒട്ടിച്ചേരുന്ന സമയത്തും ജിസൈൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്, പുറകിൽ നിന്ന് ആരുടെയെങ്കിലും കണ്ണു വരുന്നുണ്ടോന്ന്. പക്ഷേ ആരും കാണാതെ ഇതെല്ലാം അനുമോള് കാണുന്നുണ്ടായിരുന്നു. ഇതേക്കുറിച്ച് അന്നും ഒത്തിരി ചർച്ച ചെയ്തതാണ്. അന്ന് ആൾക്കാർ പറഞ്ഞത് അവര് പ്രായപൂർത്തിയായ 2 പിള്ളേരാണ്, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം നൽകിയിട്ടുണ്ട്. അനുമോളാണ് അവിടുത്തെ തെറ്റുകാരി. അനുമോൾ എന്തിനാണ് ഒളിഞ്ഞു നോക്കുവാൻ വേണ്ടി പോയത്? അവരുടെ പ്രൈവസിയിലേക്ക് അവൾ എന്തിനാണ് ക്യാമറ തുറന്നു വെക്കുന്നത് പോലെ നോക്കിക്കൊണ്ടിരുന്നത്? ഇത്ര വൃത്തികെട്ട ഒരു സ്ത്രീ ഇതുവരെയും മലയാളം ബിഗ് ബോസിൽ ഇതുപോലെ വന്നിട്ടില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആക്രമണം നടന്നത്. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ? ഇത് കണ്ടമാനം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ അല്ലേ? ഈ ഷോയ്ക്കകത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യത്തിന് അത് എന്തുകൊണ്ട് തെറ്റാകുന്നു എന്നുള്ളതാണ്. അപ്പോഴും അനുമോള് തന്നെയാണ് പ്രശ്നക്കാരി. എന്നാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചുരുളഴിഞ്ഞ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ആവർത്തിച്ച് അനുമോൾ പറയുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടും അവർ കണ്ടു എന്ന് പറഞ്ഞ് അതിൽ തന്നെ ഉറച്ചു നിന്നത്. 72 ക്യാമറ കാണാത്തത്, അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് മുഴുവൻ പേരും കാണാത്തത്, ആ വീട്ടിലുള്ള ഒറ്റ അംഗങ്ങളും കാണാത്തത് അവൾ മാത്രം കണ്ടു. അവളെ കാണൂ, അവൾ ഇങ്ങനെയുള്ള ആളാണ്, കുണുമോളല്ല, അവൾ കമ്പിമോളാണ്. ഇതൊക്കെ ആയിരുന്നില്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? തണുപ്പ് മാറ്റാൻ വേണ്ടി ഒരു പുതപ്പ് കൂടി അഡീഷണൽ ജിസൈലിന്റെ പുറത്തോട്ട് വലിച്ചിട്ട് കൊടുത്തതായിരിക്കും. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അതിനകത്തൊന്നുമില്ല. എന്തുകൊണ്ടായിരിക്കും ഏഷ്യാനെറ്റ് ഈ ഒരു സാധനം പുറത്തുവിട്ടത്? അതെ, സമൂഹം ഇത് കാണട്ടെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നൊരു വിഷയമല്ല ഇത്. അതുകൊണ്ട് തന്നെ ലാലേട്ടനും ഏഷ്യാനെറ്റും അത് ആ സമയത്ത് ഹൈഡ് ചെയ്തു വെച്ചു. പക്ഷെ അതിനകത്ത് പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് സമൂഹം അറിയട്ടെ എന്നുള്ളത് കൊണ്ട് തന്നെ അവരതിപ്പോൾ പുറത്തുവിടുവാൻ തയ്യാറായിരിക്കുകയാണ്. ഈ ക്ലിപ്പല്ല, ഇതിന്റെ അപ്പുറം പുറത്തുവിട്ടെന്ന് പറഞ്ഞാലും PR വർക്കേഴ്സ് അനുമോളെ വിടത്തില്ല. സോഷ്യൽ മീഡിയ നിരന്തരമായി അവർക്കെതിരായിട്ടുള്ള ഹേറ്റ് പരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്, അനുമോള് കള്ളം പറഞ്ഞിട്ടില്ല. അവർ കണ്ടു എന്നുള്ള കാര്യം കണ്ടത് തന്നെയാണ്. ക്യാമറകളൊന്നും കണ്ടില്ലെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഉറച്ചു നിൽക്കുക തന്നെയാണ്. കണ്ടില്ല ലാലേട്ട, ഒരുപക്ഷെ എനിക്ക് തോന്നിയതായിരിക്കും, സോറി എന്നൊന്ന് പറയിപ്പിക്കുവാൻ വേണ്ടി എന്തെല്ലാം പണികളാണ് നടന്നത്. പക്ഷേ അവരതിനകത്ത് തന്നെ ഉറച്ചു നിന്നു. എന്നിട്ട് ഇപ്പോൾ എന്തായി? ഇപ്പോൾ വീഡിയോ ക്ലിപ്പ് വരുന്നു, ചന്തിക്കടിച്ച കഥകൾ പുറത്തു വരുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്ന കഥകൾ പറയുന്നു. അങ്ങനെ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.